പുനത്തിൽ മജീദേ മൂരാച്ചി ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അടപടലും പൊട്ടിക്കോ. ഫ്രണ്ടിൽ നിന്നിട്ട് എൻ്റെ കയ്യിൽ കയറി പിടിച്ച് ഒരു കൈ കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ ഞെക്കി പിടിച്ച് മറ്റേ കൈ കൊണ്ട് എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങാണ്. ഈ ഫോണിലെ സാധനം വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്ട് ഈ വീട്ടിൻ്റെ ഗേറ്റ് ഇറങ്ങി പോകില്ല എന്ന് പറഞ്ഞാൽ. നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് കത്തിച്ചത് പരിശോധിക്കാനെത്തിയ പഞ്ചായത്ത് ജീവനക്കാരിയെ ദേഹോപദ്രവമേൽപ്പിച്ചതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച ജീവനക്കാർ പെൻടൗൺ സമരം നടത്തി. ചോറോട് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിൻഷി ഇഎമ്മിനെയാണ് വീട്ടുടമ കയ്യേറ്റം ചെയ്തത്. ഇത് സംബന്ധിച്ച് വടകര പോലീസിൽ പരാതി നൽകി. അക്രമത്തിൽ പ്രതിഷേധം, ജീവനക്കാരുടെ പ്രതിഷേധം, കയ്യേറ്റത്തിൽ പ്രതിഷേധം. പുനത്തിൽ മജീദേ മൂരാച്ചി ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അടപടലും പൊട്ടിക്കോ. കട്ടായം, ഇത് കട്ടായം, ജീവനക്കാരുടെ കട്ടായം. കഴിഞ്ഞ ദിവസം വന്ന പരാതിയെ തുടർന്നാണ് പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പറും പ്രേരകും ക്രാഷ്മുക്കിലെ പുനത്തിൽ മജീദിന്റെ വീട്ടിലെത്തിയത്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരി മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് അതിക്രമം. ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്ന മജീദും മകനും ആവശ്യപ്പെട്ടു. മജീദ് ജീവനക്കാരുടെ കൈപിടിച്ച് തിരിച്ചെന്നാണ് പരാതി. ഫോട്ടോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി. ആക്രോശിച്ചെത്തിയ ഇയാളിൽ നിന്നും ഏറെ പ്രയാസപ്പെട്ടാണ് ജീവനക്കാർ പുറത്തേക്കെത്തിയതെന്ന് പറയുന്നു. ഇന്നലെ 8ാം വാർഡിൽ നിന്ന് പ്ലാസ്റ്റിക് കത്തിക്കുന്നൊരു പരാതി കിട്ടിയിട്ടാണ് നമ്മൾ 8ാം വാർഡിലെ പുനത്തിലെ മജീദിൻ്റെ വീട്ടിൽ ഒപ്പം മെമ്പറും ആ വാർഡിലെ മെമ്പറും പ്രേരകം ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടറാണെന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് നമുക്ക് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അയാളെ കൂട്ടിയിട്ടാണ് പോയത്. ആദ്യം അയാൾ നമ്മളൊന്നും കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കത്തിച്ചിട്ടില്ല, എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹരിതകർമ്മസേനക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച കുറച്ച് അഴുക്കുള്ള കവറുകളെല്ലാം കാണിച്ചു തന്നു. അപ്പോഴാണ് പ്രേരക് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി, സ്ഥലം പരിശോധിക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് മാറി പോയപ്പോൾ അവരെ പറമ്പിൽ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വീഡിയോ എടുത്ത്, നമ്മൾ കത്തിക്കുന്നതിൻ്റെ തെളിവ് വേണമല്ലോ, കത്തിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് അപ്പോൾ ഇയാളെ മകനും ഉണ്ടായിരുന്നു അവിടെ. മകനും ഇയാളും കൂടി ആ സന്ദർഭത്തിന് ചേരാത്ത ഉറപ്പ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. കാരണം ആ സന്ദർഭത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ, വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ തട്ടിക്കേറി സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പോയത്. നമ്മൾ പറയുന്ന ഒരു കാര്യവും അവരങ്ങോട്ട് കേൾക്കാതെ ഒരുപാട് കാര്യങ്ങൾ തട്ടിക്കേറി ഇങ്ങോട്ട് സൗണ്ടിൽ സംസാരിക്കുമായിരുന്നു. ഞങ്ങളെ സൗണ്ടിനേക്കാളും മുകളിൽ സംസാരിച്ചാൽ ഞങ്ങൾ ഭയന്നോടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ട്, തുണികളുണ്ട്, മോപ്പുണ്ട്, മോപ്പിൻ്റെ പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട്, അലൂമിനിയം ഫോയിലുണ്ട്, ഇതൊന്നും കത്തിക്കാൻ പാടില്ല, ഇതൊക്കെ ഞങ്ങൾ ഹരിതകർമ്മസേന എടുക്കുന്നതാണ്. ഇതൊന്നും അയാൾ കേൾക്കാൻ തീരുമാനിക്കുന്നതേ ഇല്ല, ഒന്നും അവർ കേൾക്കുന്നില്ല നമ്മൾ പറയുന്നതൊന്നും. അപ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ കത്തിച്ചാൽ എന്താണ്, അവരെ മോനൊരു ഡോക്ടറാവാൻ ഡോക്ടറായിട്ടോ അങ്ങനെ എന്തോ ഡോക്ടറാവാൻ പഠിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ കത്തിച്ചാൽ എന്താ, നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തിട്ട് പ്രൈവറ്റ് ഏജൻസിക്ക് വിറ്റ് നിങ്ങൾക്ക് പൈസയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ചെയ്തോളാം, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവസാനം പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾ തെളിവിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് കത്തിച്ചതാണ്, ഇതൊന്നും നമ്മൾ കത്തിച്ചതല്ല. അപ്പോൾ ഇയാളെ സംസാരം വളരെ ആശായപ്പോൾ നമ്മൾ പോരെന്ന് പറഞ്ഞ് നമ്മൾ ആ പറമ്പ് ഇങ്ങോട്ട് കയറി അവരെ ഫ്രണ്ടിലേക്ക് വന്ന് അപ്പോഴാണ് ഈ ഉപ്പ കയറി ഫ്രണ്ടിൽ നിന്നിട്ട് എൻ്റെ കയ്യിൽ കയറി പിടിച്ച് ഒരു കൈ കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ ഞെക്കി പിടിച്ച് മറ്റേ കൈ കൊണ്ട് എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങാണ്. ഈ ഫോണിലെ സാധനം വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്ട് ഈ വീട്ടിൻ്റെ ഗേറ്റ് ഇറങ്ങി പോകില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇപ്പോൾ വിടുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോണ് തട്ടിപ്പറിച്ച് ഈ ഡിലീറ്റ് ചെയ്യടി, ഇത് ഡിലീറ്റ് ചെയ്യടി, അല്ലാതെ നീ ഈ ഗേറ്റിൽ പുറത്ത് പോകില്ല. ഞാൻ എങ്ങനെയോ പിടിച്ച് വലിച്ച് തിരിക്കുകയാണോ എൻ്റെ കൈ പിടിച്ച് വലിച്ച് ഞാൻ എൻ്റെ വണ്ടീൻ്റെ ചാവി ഓണാക്കാൻ നിന്നപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് പറഞ്ഞു ഇത് ഡിലീറ്റ് ചെയ്യാണ്ട് ഇനി എൻ്റെ ഗേറ്റ് വിട്ട് പോകില്ല, ഇത് ഡിലീറ്റ് ചെയ്യടി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉപ്പൊക്കെ ഇങ്ങനെ ചുമ വരുവാണ്, കാരണം അത്രയും സൗണ്ടിലാണ് പറയുന്നത്. അപ്പോൾ ഓർ പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പോൾ ഞാനിവരെ വിളിച്ച് മതി ഒന്ന് സംസാരിക്കേണ്ടവാ പോരി, നമുക്ക് നമ്മളെ നടപടിയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളെയും പ്രേരകാണ് ഉണ്ടായിരുന്നത്. പ്രേരകിനെയും വാർഡ് മെമ്പറെയും വിളിച്ച് നമ്മൾ വണ്ടിയിൽ കയറി ഇങ്ങ് വരുമായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ കുറേ ആൾക്കാരുണ്ട്, വലിയ മതിലൊക്കെ ഉള്ള വീടാണ്. അവർ അങ്ങോട്ട് അകത്ത് കയറിയില്ലെങ്കിലും റോഡിലൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പരാതി കൊടുത്തു, പോലീസിൽ പരാതി കൊടുത്തു. സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. പുനത്തിൽ മജീദിനെതിരെയാണ് കേസ്. പ്രതിഷേധ സൂചകമായി ജീവനക്കാർ പെൻടൗൺ സമരം നടത്തി. ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ജീവനക്കാരും ഭരണസമിതിയും പോലീസിനോട് ആവശ്യപ്പെട്ടു. വൈകുന്നേരം പഞ്ചായത്ത് ഓഫീസിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതെന്ന് ഉള്ള പരാതിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറായ ശ്രീമതി ലിൻഷി ഫീൽഡിൽ പോവുകയും
അവിടെ വെച്ചിട്ട് പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ലിൻഷിയുടെ കൈകയറി പിടിക്കുകയും ഫോട്ടോ ഡിലീറ്റ് ചെയ്യാതെ ഈ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല എന്ന ഭീഷണിപ്പെടുത്തി ജീവനക്കാരെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറുകയാണ് ഈ പുനത്തിൽ മജീദ് എന്നയാളും മകൻ ജുനൈദും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഈ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയും പ്രതിഷേധ യോഗം ചേരുകയും പെൻ ഡൗൺ സ്ട്രൈക്ക് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വടകര പോലീസിൽ ഇന്നലെ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 692/26 കേസ് നമ്പറായിട്ട് ഫയൽ ചെയ്തു. ആ സമയം തന്നെ ഈ പരാതിയെ അതോടൊപ്പം തന്നെ ഈ പരാതി തള്ളിക്കളയാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അയാൾ അപ്പോൾ തന്നെ വടകര പാർക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നെഞ്ചുവേദന എന്ന് പറഞ്ഞ കള്ളപ്പരാതിയായി നെഞ്ചുവേദനയ്ക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവനക്കാരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും പ്രത്യേകിച്ചും വനിതാ ജീവനക്കാരിയെ കൈപിടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൽ പഞ്ചായത്ത് ജീവനക്കാർ ഒന്നടക്കം, ജീവനക്കാരും ഭരണസമിതിയും ഒന്നടങ്കം ഇതിൻ്റെ ഏതറ്റം വരെ പോകുമെന്നും സുപ്രീം കോടതി വരെ പോയി വന്നാലും ഈ മജീദിനെയും ജുനൈദിനെയും നമ്മൾ ഒരു കാരണവശാലും പുറത്തുവിടില്ല, അയാളെ പൂട്ടിക്കും എന്ന് തന്നെയാണ് സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. CM ഹോസ്പിറ്റൽ വടകര,